പറയാം വിശേഷങ്ങളൊക്കെ. പഹയ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പുലി വരാത്തത്. അല്ലെങ്കിൽ മാസം 3-4 പറഞ്ഞ സമയം കഴിഞ്ഞു. അതാ പറഞ്ഞത് താടിയില്ലപ്പനെ പേടിയുണ്ടെന്ന്. എനിക്ക് ഇവിടെയാണ് താടി. ഒന്ന് വേഗം വന്ന് കിടക്കണേ. എന്തിനാ? കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ആട് കരയുന്നു. ആ കള്ളക്കഴിവ് പിന്നെയും തുടങ്ങി. ഏത് ഭാഗത്താ കണ്ടത്? നമ്മുടെ പള്ളിയുടെ വടക്ക് ഭാഗത്ത് എന്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ വെച്ചാ ഞാൻ കണ്ടത്. ഒരാടിനെയും കടിച്ചു പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ടാ കയറിയത്? അത് നോക്കാൻ നിന്നാ പിന്നെ ഇത് പറയാൻ ഞാൻ ഇവിടെ ഉണ്ടാവുമോ? പേടിച്ചിട്ട് എന്റെ പിന്നാലെ കൂടിയില്ല. അപ്പൊ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ കുന്നിന്റെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്താണ് ആന്റോ, ഞമ്മക്കെല്ലാവർക്കും ഒന്നിച്ചു പോയിക്കൂടെ? എന്റെ കൂടെ വരുന്നവർ വന്നാ മതി. ഈ കാര്യത്തിൽ വാശി വേണോ? നീ എന്റെ പാട്ടിന് കൂടാ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ നമ്മൾ അന്റെ കൂടെ വരാം. വേണ്ട, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. തോക്കുള്ള ആള് വന്നിട്ടേ കാര്യമുള്ളൂ. ഒരു ഉപകാരം ചെയ്യോ? എന്താണാവോ? ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയ പുലി ഓടിപ്പോവും. പിന്നെ മഷിയിട്ട് നോക്കിയാൽ കിട്ടൂല. എന്നാളും പറ്റിയാതായിരിക്കും. പുലിയെ പതിയിരുന്നാ വെടിവെക്കേണ്ടത്. വരുന്നവർ വാടാ, അവന്റെ ഒരു ഉപദേശം. പുലി വീണോ? ഇല്ല, കൊണ്ടില്ല. പുലിയ മടയെ കയറിയിട്ടുണ്ട്. ഇനി അത് പുറത്തു പോരുത്. അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അതിനെ കൊല്ലണം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഇനിയും പന്തങ്ങളുണ്ടെങ്കിൽ കത്തിക്ക്. നേരം വെളുക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കുള്ള ഈ വഴി മുഴുവൻ വിറകിട്ട് കത്തിക്കണം. ഇതിൽ കൂടെ രക്ഷപ്പെടരുത്. ഒച്ച വെച്ചതിന് കുറ്റം പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങളല്ലേ ആത്താക്കിയത്. ഇനി ആർക്ക് വേണേലും കൊല്ലാലോ. എന്നാ പോയി കൊല്ലേ. പൂള് വഴിക്കാതാണ്ടോ. വാറുണ്ണി അല്ലേ പുലിയെ മടയിൽ കയറ്റിയത്? അതെ വാറുണ്ണി. ഒന്ന് പൂള വെക്കില്ലേ വാറുണ്ണിയെ? ഇതിലിപ്പോ ഒരു ഉണ്ടിട്ട് പേടി വെച്ചാ പിന്നെയും നടക്കണല്ലേ. 10 ആൾക്കാർ തോക്ക് കിട്ടണം.
ഒറ്റ ഉണ്ടിട്ട് വെടി വെച്ച പിന്നെ വെടിയുമിൽ വെടിയാ ഡിഷു 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 ഡിഷു. അത് മെഷീൻ ഗൺ. ഏ? നമ്മളെടുത്ത് പെരുമാറിയാലേ കമ്പി എണ്ണേണ്ടി വരും. കമ്പി ഓടോ. അച്ചോ, ഇങ്ങനെ പുറത്തു നിൽക്കില്ലേ? വിവരമൊന്നും അറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ലടോ. എന്തായടോ, ഇത്തവണ ആരെങ്കിലും കൊണ്ടുപോയോ? ഇത്തവണ അവൻ പെട്ടച്ചോ. ആര്? പുലി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുടുക്കിയിട്ടുണ്ട്. നമ്മുടെ പാറമടയില്ലേ, അതിന്റെ ഉള്ളില് മടവഴിയിൽ വിറകിട്ട് തീയിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴി അടച്ചു. ഇനി കൊന്നാ മതി. വാറുണ്ണി എവിടെ? മൂപ്പരായി കുടുക്കുണ്ടാക്കിയത്. ഇപ്പൊ വെടിവെക്കാനുള്ളൊരു സൂത്രപ്പണി നോക്കുക. സൂത്രപ്പണിയോ? പുലി ഒരു പൊട്ടി കയറി ഒളിച്ചിരിക്കുക. താഴെ നിന്ന് വെടിവെക്കാൻ പറ്റില്ല, മേലെയൊന്നും പറ്റില്ല. പുലിയെ നേർക്ക് നേരെ കിട്ടണം. അതിന് കയറ് കിട്ടി ഇറങ്ങാനുള്ള ഒരു സൂത്രപ്പണി ഉണ്ടാക്കുക. വെള്ളം കുറഞ്ഞ കപ്പിയും കയറും തരാൻ പറഞ്ഞു. കർത്താവ്, എന്ത് അബദ്ധം അവനീ കാണിക്കാൻ അച്ചോ, കപ്പിയും കയറും. ചാക്കോണ്ട് മേടിച്ചോ. വാ, വേഗം എന്താ കപ്പിയാരെ. നീ എന്തായി കാണണേ? പുലി പോയിക്കോട്ടെ, എന്നാലും ഈ മരണക്കളി വേണ്ട. അച്ഛൻ പേടിക്കണ്ട, അതിന് നല്ല ഉറപ്പാ. ദാ, കപ്പിയും കയറും. ആക്കരാ ഇന്നുകൊണ്ട് കേട്ടെ. ദാ, നീ ഇങ്ങ് വന്ന്. ഇങ്ങ് വാ. ഇതാണ് അച്ഛൻ എളുപ്പം. ഒരു സെക്കൻഡ് എനിക്ക് കൃത്യത്തിന് കിട്ടിയാൽ മതി. അത് കിട്ടുവെച്ചോ, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പറഞ്ഞിട്ടാ റെഡി. ആരൊക്കെ നോക്കാലോ അച്ഛൻ. നീ എന്താടി പന്തങ്ങളുടെ പെരിച്ചാഴിയെ പോലെ നിൽക്കണേ? നിന്റെ ശത്രുവിനെ കൊല്ലാനാ പോണേ. നോക്കി നിന്നു. സൂക്ഷിക്കണം. എല്ലാരും ഒന്ന് പുറകോട്ട് വന്നേ. പുറകോട്ടേക്ക് പറഞ്ഞ് സൂക്ഷിച്ചു പോണേ. പതുക്കെ. ഇവിടെ
പുലി പുഴ കടന്നു പോയി. പോയെങ്കിൽ പോട്ടെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു സെക്കൻഡ് കിട്ടിയാ മതിയായിരുന്നു, എന്നാ വെടി അതിന്റെ നെഞ്ചത്താ. കുഞ്ഞച്ഛൻ ആന്റവും പടം പിടിക്കാൻ കൂടിയപ്പോഴേ നമ്മളെ മനസ്സിൽ തോന്നിക്കണ് ഓടിച്ചടിക്കുമെന്ന്. പന്നികളെ കൊല്ലണം. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എന്തിനാണോ തനിക്ക് ഇങ്ങനെ മരുമോൻ? നാടിന് ഗുണമില്ല, വീടിന് ഗുണമില്ല. ചെകുത്താന്മാര് തലേ വന്ന് വീണു പോയില്ലോ, കൊല്ലാൻ പറ്റുമോ? കൊല്ലണം വാങ്ങിക്ക മക്കളെ, ചോറിനകത്ത് ബസം കളിക്ക് കൊടുക്കണം. ആ പുലി പുഴ കടന്നു പോയെന്ന് വെച്ച് അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. പിന്നിലെ കാലില്ല വെടി. എല്ലാരും സൂക്ഷിച്ചിരുന്നോളണം. അതിന് പഴയതുപോലെ കാട്ടിപ്പോയി ഇരപിടിക്കാൻ പറ്റുന്നില്ല, ഇനിയും വരും. വെടി കൊണ്ട പുലിന്ന് കേട്ടിട്ടില്ലേ? ശൗര്യം കൂടും. ഇത് അലാക്കിന്റെ അവലും കഴിഞ്ഞ് ആയി പോയല്ലോ പടച്ചമ്പുരാനെ. രാത്രി ഒരു 6-ന് ഇരകെട്ടി കാത്തിരുന്ന അവൻ നമ്മുടെ വലയെ തന്നെ വന്നു വീഴും. വാറുണ്ണിയെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ഞങ്ങൾ ഉമ്മാരെ ചതിച്ചിട്ടുണ്ട്. ബാക്കി വാറുണ്ണിക്കുള്ളതാ. ഉമ്മാരുടെ കൊടലെടുക്കണം. നായിന്റെ മോനെ, ഇത് എന്റെ വീട്ടിൽ കിട കൊല്ലും നിന്നെ പട്ടി. വാറുണ്ണി, ഞങ്ങളെ കൊല്ലരുത്. എന്നെ കൊല്ലണമെങ്കിൽ പുലിയെ കൊന്നിട്ട് മതിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചതിച്ച എന്നെയല്ല, ഈ നാട്ടുകാരെ. അടാ അലക്കാനുള്ളതുകൊണ്ടാണ് ഈ കടവിൽ ഇറങ്ങിയത്. ഞാൻ മാറിത്തരാം. നീ കുളിച്ചു കഴിക്കും, അതവിടെ വെച്ചേക്ക്, ഞാൻ തിരുമ്പിത്തരാം. അയ്യോ വേണ്ട. അതിനെന്താ, ഇങ്ങതാ മോനെ. പുലി ചാടി വീണപ്പോ ഞങ്ങളൊക്കെ പേടിച്ച് എല്ലാരും പ്രാർത്ഥിക്കായിരുന്നു, ഈശ്വരൻ രക്ഷിച്ചതാ. അതിന്റെ ആയുസ് തരിക. ഇന്നു മുതൽ ഏറുമാടം കെട്ട് ഞാൻ കാവലിരിക്കാൻ പോവാ. അല്ല, ഏയ് ഉറങ്ങുകയാണ്. ഏയ് ഒരു 4 വെച്ച് അങ്ങനെ ഇരുന്നു പോയി. ആ, എന്താ പാത്രത്തില്? ഇത് ചൂടുള്ള കോയിറച്ചി നേർമ പത്തിരിയാ. നമ്മൾ ശീലത്തിന്റെ പർപ്പറേഷനാ. ഞാൻ അത്താഴം കഴിച്ചല്ലോ. നമ്മൾ സന്തോഷത്തോടെ തക്കേരിക്കും, നിങ്ങളെ ധിക്കേരിക്കരുത്. തിന്നാട്ടെ. വാറുണ്ണിയെ എന്തേ എല്ലാരും കൂടെ? കല്യാണത്തിന് വന്നതാ? അല്ല, തന്റെ 16 അടിയന്തരത്തിന് വന്നാ. എങ്ങനെ ഇത് മണത്തറിഞ്ഞി? ഈ അമുക്കിതപ്പോ ഒന്നുകൂടി. എന്തിനാ ഇങ്ങോട്ട് പോന്ന്? ഞങ്ങള് വാറുണ്ണിക്ക് കൂട്ടിരിക്കാൻ വന്നാ. ഫസ്റ്റ് അത് വേണ്ടായിരുന്നല്ലോ, ഇവിടെ സ്ഥലം കുറവാ. എന്നാലേ ഞങ്ങൾ ഇത്തിരി നേരം നിലം തൊടാതെ ഇവിടെ ഇരുന്നേച്ച് അങ്ങ് പൊക്കോളാം. ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്ന പുലി നമ്മുടെ കെണിയിൽ വീഴില്ല. പുലി നിങ്ങളെയും കൊണ്ട് പോവും. മനുഷ്യന്റെ ഇറച്ചിയാ മൂപ്പർക്ക് ടേസ്റ്റ് പിടിച്ചേക്കണേ. ചില പ്രത്യേക ജാതിക്കാരുടെ ഇറച്ചിയാണ് പുലിക്ക് ടേസ്റ്റ്. പുലിക്ക് അങ്ങനെ ജാതി മതമൊന്നും ഇല്ലടോ. ആരെ കിട്ടിയാലും ചാമ്പൂ അല്ലേ? ആ, അല്ല വക്കീലേ, ഇന്നാണ് ഞമ്മളെ ബിസിനസ് അറിഞ്ഞത്. നാളെ ഞമ്മളെ അന്നമ്മന്റെ മനസമാധാന. മനസമ്മതം ഈ അറിഞ്ഞത്? അതിന്റെ കാശീലവും കാര്യങ്ങളും നടത്തുന്ന ആരാണെന്ന് അറിയാവോ? ആ? ഇവൻ, ഈ പോക്കിരി. അച്ഛൻ പറഞ്ഞപ്പോഴില്ലേ ഞാൻ അറിഞ്ഞത്. നന്നായി മോനെ, അതിന്റെ റഹ്മത്ത് പടച്ചോമ്പരാൻ എനിക്ക് തരും. അത്രയ്ക്ക് പാവം പെൺകുട്ടി അത്. അള്ളാണ്. വാറുണ്ണി, അച്ഛനോടൊന്ന് ചോദിക്കണോ? എന്താ എന്താ വേണ്ടേ? പണി 12 കഴിഞ്ഞു. ചെക്കനെയും കൂട്ടരെയും കാണാനില്ല. അത് ഞാനെന്ത് വേണം? അങ്ങനെ പറഞ്ഞ ഇതെങ്ങനെ പറയണം? അവര് വരില്ല. വാറുണ്ണിയുടെ വെപ്പാട്ടെ കെട്ടാൻ അവന് മനസ്സിലെന്ത്? കത്ത് കൊടുത്തു വിട്ടിരിക്കുന്നു. അച്ചോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇത്രയും കാലം പോറ്റിയില്ല.